വർക്ക്, എനർജി, പവറിൽ അടുത്ത പാർട്ട് പവറിലേക്ക് പോവുകയാണ്. എന്താണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഒരു ഡിവൈസ് ചെയ്യുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് പവർ എന്ന് പറയുന്നത്. ആ പവർ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു വർക്കും ടി ടൈമുമാണെങ്കിൽ W/T ആയിരിക്കും പവർ പി എന്ന് പറയുന്നത്. The rate of doing work is called power. Rate of doing work. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്കിൻ്റെ യൂണിറ്റ് ജൂള്, ടൈമിൻ്റെ സെക്കൻഡ്. അപ്പോൾ എന്തായിരിക്കും പവറിൻ്റെ യൂണിറ്റ്? ജൂൾ സെക്കൻഡ് റൈസ് ടു -1. ജൂൾ സെക്കൻഡ് റൈസ് ടു -1 പവറിൻ്റെ യൂണിറ്റ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ട്. വാട്ട്, WATT, ക്യാപിറ്റൽ W ആണ് അതിൻ്റെ യൂണിറ്റിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. വാട്ട് SI യൂണിറ്റ് ഓഫ് പവർ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആണ്. നിങ്ങൾ വേറൊരു യൂണിറ്റ് പഠിച്ചിട്ട് പവറിന് ഹോഴ്സ് പവർ, HP കേട്ടിട്ടുണ്ടോ? HP എന്താ ഹോഴ്സ് പവർ? കുതിരശക്തി എന്ന് മലയാളത്തിൽ പറയും. ഹോഴ്സ് പവർ ഒരു HP 746 വാട്ടാണ്. 1 HP is equal to 746 വാട്ട് ആണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒരു ഡിവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബോഡി ചെയ്യുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് ഏത്? പവർ എന്ന് വിളിക്കുന്നത്. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ പവർ P ഈസ് ഈക്വൽ ടു നിങ്ങൾ W/T എഴുതി. ഈ W നമുക്ക് വേണമെങ്കിൽ F.S എന്ന് എഴുതിക്കൂടെ? പവർ എന്ന് വെച്ചാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ? അപ്പൊ F.S/T എഴുതാം. ഇവിടെ നോക്കാം, S/T എന്താ മീൻ ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? S/T മീൻസ് S means displacement, T means time. അപ്പോൾ S/T means displacement by time. What is displacement by time? It is velocity. So power P is equal to F.V എഴുതാം. പവർ ആരുടെയൊക്കെ? ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പവർ വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പവർ ഒരിക്കലും വെക്ടർ ക്വാണ്ടിറ്റി അല്ല, പവർ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട്, നിങ്ങൾ എടുക്കുന്ന എയും ബിയും രണ്ട് വെക്ടർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് A.B എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന A.B എന്ന് പറയുന്നത് എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പൊ പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ യൂണിറ്റ് ഓഫ് പവർ അറിയാം, പവർ എന്താണെന്ന് അറിയാം. എന്താ പവർ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കാണ് ഏത്? പവർ. പവർ ഈസ് ദ വർക്ക് ബൈ ടൈം ആണ്, റേറ്റ് ഓഫ് വർക്കാണ്, W/T ആണ്, അല്ലെങ്കിൽ F.V ആണ്. ഓക്കെ, ഇനി അടുത്ത പാർട്ടിലേക്ക് പോകുന്നു. കൊളിഷൻ. കൊളിഷൻ എന്താണ്? കൊളിഷൻ നമ്മൾ കൂട്ടിയിടി എന്ന് മലയാളത്തിൽ പറയും. ഒരു കൂട്ടിയിടി നമ്മൾ നിർവചിക്കാൻ പറയും. ഡിഫൈൻ എ കൊളിഷൻ. നമുക്കറിയാം കൊളിഷൻ എന്താണെന്ന് നമുക്കറിയാം. കൂട്ടിയിടാൻ തമ്മിലിച്ച കൊളിഷനായി. പക്ഷെ എങ്ങനെ നമുക്ക് ഫിസിക്സ് പരമായിട്ട് ഡിഫൈൻ ചെയ്യാം? അപ്പൊ കൊളിഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ? അതാദ്യം ചിന്തിക്കുക. ഒരു കൊളിഷൻ നടക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ഒബ്ജക്റ്റെങ്കിലും വേണ്ടേ? വേണോ? അപ്പൊ 2 ഒബ്ജക്ട്സ് മിനിമം വേണം. അത് റെസ്റ്റിലായിരിക്കണോ മോഷനിലായിരിക്കണോ? കൊളിഷൻ നടക്കണമെങ്കിൽ റെസ്റ്റിൽ വരണോ മോഷനിൽ വരണോ? കൊളിഷൻ നടക്കണമെങ്കിൽ അവൻ റെസ്റ്റിലിരുന്നാൽ പറ്റത്തില്ല, മോഷനിലായിരിക്കണം. അപ്പോൾ 2 മൂവ് ചെയ്യണോ 1 മൂവ് ചെയ്താൽ മതിയോ? 2 വേണമെങ്കിൽ മൂവ് ചെയ്യാം, 1 മൂവ് ചെയ്താലും മതി. 1 റെസ്റ്റിലും 1 മോഷനിലും ഇടിച്ചാൽ കൊളിഷൻ ആകത്തില്ലേ? അപ്പൊ 2 ബോഡികൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അത് അടുത്തടുത്ത് വരണം. മൂവ് ചെയ്താൽ മാത്രം പോരാ, അത് ക്ലോസ് ടു ഈച്ച് അതർ ആകണം. അടുത്തടുത്ത് വരണം. അടുത്തടുത്ത് വന്ന് ഇടിച്ചു കഴിഞ്ഞത് കൊളിഷൻ ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. ഒന്നുകിൽ ഏതെങ്കിലും ഒന്നിന്റെ അല്ലെങ്കിൽ 2ന്റെയും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു കൊളിഷൻ നടന്നു എന്ന് പറയാം. അവ 2 ഒബ്ജക്ട്സ് റിലേറ്റീവ് മോഷനിലാകണം, ക്ലോസ് ടു ഈച്ച് അതർ ആകണം, അടുത്തടുത്ത് വരണം, സ്ട്രൈക്ക് ചെയ്യണം. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ 2ന്റെയും വെലോസിറ്റി മീൻസ് മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടന്നു എന്ന് പറയാം? അവിടെ ഒരു കൊളിഷൻ നടന്നു എന്ന് പറയാം.
അപ്പോൾ വെൻ ടു ഓബ്ജക്ട്സ് ആർ ഇൻ റിലേറ്റീവ് മോഷൻ കം ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് സ്ട്രൈക്ക് വൺ അനദർ ഇൻ സച്ച് എ വേ ദാറ്റ് the velocity of one of them അല്ലെങ്കിൽ or both of them changes, then we can say that a collision happens at that instant. എങ്കിൽ മാത്രമേ നമുക്ക് കൊളിഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൊളിഷൻ നടന്നല്ലോ, നടന്നു. ഈ കൊളിഷൻ രണ്ട് തരത്തിലുണ്ട്. കൊളിഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തെ കൊളിഷൻ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് കൊളിഷനാണ്. ഇലാസ്റ്റിക് കൊളിഷൻ. രണ്ടാമത്തത് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ കൊളിഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും രണ്ടാമത്തെ ഇൻഇലാസ്റ്റിക് കൊളിഷനും. എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? ഒരു കൊളിഷൻ നടന്നു. ആ കൊളിഷൻ നടന്നു കഴിയുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണെങ്കിൽ ആ കൊളിഷനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളിഷൻ. എ കൊളിഷൻ ഇൻ വിച്ച് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസർവ്ഡ്. എന്താ കൺസർവ്ഡ് മീൻസ്? എന്താ കൺസർവ്ഡ് എന്നർത്ഥം? കൺസർവ്ഡ് എന്ന് വെച്ചാൽ കൊളിഷന് മുമ്പ് എത്രയുണ്ടോ അത്രയും കൊളിഷന് ശേഷം ഉണ്ടാകാം. കൊളിഷന് മുമ്പുള്ള മൊമെന്റവും കൊളിഷന് ശേഷമുള്ള മൊമെന്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാർട്ടിക്കിള് മൊമെന്റം കൺസർവേഷൻ പാലിക്കുന്നു. അതുപോലെ കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി ബിഫോർ എ പ്രോസസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ എ പ്രോസസ്. കൊളിഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പാലിക്കപ്പെടുന്നു. അപ്പോൾ ഒരു കൊളിഷൻ നടക്കുമ്പോൾ കൈനറ്റിക് എനർജിയും മൊമെന്റും കൺസർവ്ഡ് ആണെങ്കിൽ ആ കൊളിഷനെ വിളിക്കുന്ന പേരാണ് ഏത്? എന്ത് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ. എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷനാണ്. ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ തമ്മിലുള്ള കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷനാണ്. അതുപോലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, സബറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളിഷൻ, അറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളിഷൻ അതെപ്പോഴും ഇലാസ്റ്റിക് കൊളിഷനായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ എന്താ ഇൻഇലാസ്റ്റിക് കൊളിഷൻ? ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോഴത്തേക്ക് കൊളിഷൻ നടന്നു, മൊമെന്റം മാത്രമേ കൺസർവ്ഡ് ഉള്ളൂ. കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. ഇപ്പം മൊമെന്റം കൺസർവ്ഡ് ആണ്, പക്ഷെ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ലെങ്കിൽ മൊമെന്റം ഈസ് കൺസർവ്ഡ് ബട്ട് കൈനറ്റിക് എനർജി നോട്ട് കൺസർവ്ഡ്, then such collision is called ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ നോൺ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? A collision in which both momentum and kinetic energy are conserved, then such collision are called elastic collision. A collision in which momentum is conserved, momentum is only conserved, but kinetic energy not conserved, then such collision are called inelastic collision. അപ്പോൾ inelastic collision എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലും നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കൊളിഷൻസ് എല്ലാം ഇനെലാസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാറ് ലോറി ഇടിക്കുന്നു, ലോറി ബസ് ഓടിക്കുന്നു, സൈക്കിളും സ്കൂട്ടറും ഓടിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഫുട്ബോൾ കളിക്ക് രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ്. ഇതെല്ലാം ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ എന്താണ് കൊളിഷൻ? എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? രണ്ട് കാര്യങ്ങൾ. എന്താ കൊളിഷൻ? കൊളിഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? രണ്ട് ഒബ്ജക്റ്റ് വേണം, അടുത്ത് വരണം, സ്ട്രൈക്ക് ചെയ്യണം. സ്ട്രൈക്ക് ചെയ്താൽ കൊളിഷൻ ആവില്ല. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം, സ്ട്രൈക്കിന് ശേഷം വെലോസിറ്റി ഓഫ് വൺ ഓഫ് ദം, ഏതെങ്കിലും ഒന്നിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ രണ്ടിന്റെയും വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാർട്ടിക്കിള് കൊളിഷനിലാണെന്ന് പറയാം. കൊളിഷനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് ആകുമ്പോൾ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോഴത്തേക്ക് മൊമെന്റം മാത്രമേ കൺസർവ്ഡ് ഉള്ളൂ, കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് കൊളിഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.